കാനഡയിൽ വന്നിട്ടുള്ള എൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് മെമ്മറബിൾ ബർത്ത്ഡേ ആണ്. കേക്ക് മുറി കഴിഞ്ഞ എല്ലാവരും വീട്ടിൽ പോയിക്കോ. ബൈ. ഗ്രിൻസിൻ്റെ ബർത്ത്ഡേ സർപ്രൈസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് മെല്ലെ സംസാരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്ത് ഓൻ കടന്നുറങ്ങുന്നുണ്ട്. ഇന്നിപ്പം ഫെബ്രുവരി 20 സമയം 5 മണി. പിന്നെന്താ, ഇന്ന് ഗ്രിൻസിന് നമ്മളെല്ലാവരും കൂടിയിട്ട് സർപ്രൈസ് ചെയ്യാൻ പോവാം. അപ്പം ഇന്ന് വൈകുന്നേരം ആണ് നമ്മൾ സർപ്രൈസ് പ്ലാൻ ചെയ്തത്. അപ്പോൾ ഈ വീഡിയോൻ്റെ ഇൻട്രോ എനിക്ക് വേറെ സമയത്ത് എടുക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. ബാക്കി കാഴ്ചകൾ നിങ്ങൾ ലേറ്ററായി കാണാം. ഓക്കെ, ഹലോ എവ്രി വൺ, വീണ്ടും ഞാൻ തന്നെ. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ എന്താ ഈ ഒരു കോലത്തിലാണ്. ഞാൻ ഈ ഒരു കോലത്തിലുണ്ടാകാൻ കാരണം ഇവിടെ -19 ഭയങ്കര തണുപ്പാണ്. ഇന്നലെ -33 ഞാൻ -37 പക്ഷേ ടെമ്പറേച്ചർ എന്താ ചൂടായി വരുന്നുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഇന്നത്തെ പ്ലാൻ നിങ്ങൾ അറിയണ്ടേ. ഇന്നത്തെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാഡ്മിൻ്റൺ ഉണ്ട്, വെള്ളിയാഴ്ച ആയതുകൊണ്ട്. അത് 6 to 8. അപ്പം അലക്സോ, ജെഫിയോ, കെവിനോ അല്ലെങ്കിൽ നേഹേനോടോ ആരാണ് ഫ്രീ ആയിട്ടുള്ളത് അവരോട് അവനെ വീട്ടിൽ നിന്ന് മാറ്റാൻ വേണ്ടി പറയും. എന്നിട്ട് വീട്ടിൽ നിന്ന് മാറ്റിയതിന് ശേഷം നമ്മളെല്ലാവരും വന്നിട്ട് ബാഡ്മിൻ്റൺ കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് പോകാനാണ് പ്ലാനുള്ളത്. വീട്ടിലേക്ക് പോയി ഫുഡ് പിന്നെന്താ പറയുക, ഏതെങ്കിലും ഒരാൾ കൊണ്ടുവരും. കേക്ക് ഇന്നലെ ജെഫി വാങ്ങിച്ചു എന്നാണ് വിചാരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ നമ്മളും വന്ന് അവൻ എന്നിട്ട് തിരിച്ച് വീട്ടിൽ എന്നെ പിക്ക് ചെയ്യാൻ വരുന്ന സമയത്ത് നമ്മളെല്ലാവരും വീട്ടിൽ നിന്ന് അവന് സർപ്രൈസ് കൊടുക്കും. ഇതിൻ്റെ അകത്ത് എത്രത്തോളം പ്ലാൻ വർക്കൗട്ടാവുമെന്ന് തമ്പുരാനറിയാം. എന്നാലും നമുക്ക് നോക്കാം. ഗ്രിൻസ് അല്ലേ, നമുക്ക് സെറ്റാക്കാന്നേ. ഓക്കെ, അപ്പം ബാക്കി വിശേഷങ്ങൾ കാണാം. ഹലോ. അപ്പം ഇന്ന് ഓഫീസെല്ലാം കഴിഞ്ഞ് ഞാനിപ്പം എന്താ പറയുക, ബാഡ്മിൻ്റൺ കളിക്കാൻ വേണ്ടി പോകുന്ന വീട്ടിൽ സാധനങ്ങളെല്ലാം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് കഴിഞ്ഞ് ഞാൻ ജെഫി വീട്ടിൽ വരും. വീട്ടിൽ വന്നിട്ട് ജെഫിയും കെവിനും രേഷ്മേച്ചിയും കൂടിയിട്ട് ഡെക്കറേറ്റ് ചെയ്യും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഗ്രിൻസ് ഇന്ന് വരാൻ ലേറ്റ് ആണെന്ന് പറഞ്ഞത്, വിച്ച് ഈസ് റിയലി ഗുഡ്. അപ്പം അവൻ ലേറ്റ് ആവുന്നതുകൊണ്ട് ബാക്കി സാധനങ്ങൾ അവനെ ഒന്ന് മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് എല്ലാം പ്ലാന് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നേരെ എക്സിക്യൂഷൻ്റെ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പം ഇനി ബാഡ്മിൻ്റൺ പോയി കളിച്ചിട്ട് അത് കഴിഞ്ഞിട്ടുള്ള വിശേഷങ്ങൾ കാണാം. ഞാനിപ്പോൾ ഡോളർ സ്റ്റോറിലുള്ള. അപ്പം ഡോളർ സ്റ്റോറിൽ പിന്നെ സെല്ലോ ടേപ്പും ഇതൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഇത് ചെക്കൗട്ട് ചെയ്തിട്ട് വേണം ബാക്കിയെടുക്കാൻ. അങ്ങനെ ഇപ്പോൾ ഇവിടെ എല്ലാവരും വന്നിട്ട് ഇവിടെ ഡെക്കറേഷൻ്റെ തിരക്ക്. DJ അലക്സ്, അലക്സിനെ വരാൻ അനുപ എപ്പോൾ ഉള്ള ജെഫി ഫുള്ള് ഇവിടെ ഡെക്കറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എല്ലാവരും ഉണ്ട്. ഇവിടെ ഒരു ആളുണ്ട്. ക്രിസ്മസ് ട്രീ ഇവിടെ ഉണ്ട്. ഈ മനുഷ്യനെ നോട്ടിട്ട് വെച്ചോ. ഏത് നിമിഷം എല്ലാവരോടും സൈലന്റ് ആയി നിൽക്കുന്ന നീ കുളിക്കുമല്ലായിരുന്നോ? എനിക്കെന്താ സന്തോഷായി. നിന്റെ അവിടെ പിറന്നാള് 26 ദിവസം 26 ഭാഗ്യം.
ഇന്നത്തെ ഒരു പാഠം കൂടി പറഞ്ഞു. 26 നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളിങ്ങനെ പകച്ചു നിൽക്കാനേ നമുക്ക് പറ്റും. അടിപൊളി അടിപൊളി. ബാഡ്മിന്റൺ പോയി അല്ലെങ്കിൽ എഴുതുന്നുണ്ട്. പോയിക്കോ പോക്കോ. എല്ലാരും അടുത്തതായി കേക്ക് കഴിക്കുന്നത് ബേസിൽ. അതെ, ബേസിൽ പോൾ വർഗീസ്. പേരറിയാത്ത ഇല്ല. അടുത്തത് നേഹ. വല്ല ആവശ്യമുണ്ടോ? അടുത്ത അനുപ. അടുത്ത DJ സൗത്ത് സൈഡ്. അടുത്ത അമ്മായി ജെഫി. അതെ, അടുത്ത പൊടിമോൾ. കാൽഗരിയുടെ രോമാഞ്ചം പൊടിമോൾ. അടുത്ത കാൽഗരിയുടെ പെൺപിള്ളേരുടെ രോമാഞ്ചം വില്ലി. എല്ലാവർക്കും ഓരോ പീസ് വെച്ച് കൊടുക്കുക. അടുത്ത ഹൈക്കിംഗ് ചിങ്കം കെവിൻ. അടുത്ത കാൽഗരിയിൽ പരിമളം പറത്തുന്ന പരിമളം അക്ഷയ്. മെയ്ഡ് ഓൺ എർത്ത്. അടുത്തത് പരിമളത്തിന്റെ ഭാര്യ രേഷ്മ. അവസാനമായി ബാഡ്മിന്റൺ ചിങ്കം തൃശ്ശൂരിൽ നിന്ന് വന്ന ശ്രീജൻ. ഈ കലബിലെ ഉയർവുകൾ കേക്ക് മുറി കഴിഞ്ഞ എല്ലാരും വീട്ടിൽ പോയിക്കോ. ബൈ. ഹാപ്പി അല്ലേ? സന്തോഷമായിടാ. ഗ്രിൻസിന്റെ മമ്മീന്റെ ശ്രദ്ധക്ക് ഈ സമ്മാനം തന്നത് ഇവർ രണ്ടുപേരാണ്. ഇതിൽ എനിക്കൊരു പങ്കുമില്ല. വൈൻ ബോട്ടിൽ. അതെ, പള്ളി കൊടുക്കുന്ന ഹാപ്പി ബർത്ത്ഡേ. ഇല്ല, നമ്മ രണ്ടുപേരും ബർത്ത്ഡേ ഗിഫ്റ്റ് ബില്ലായിട്ട് തരാം.
അക്കൗണ്ട് അല്ല ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി കേക്ക് മുറി. ആ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഫുഡ് ഇഷ്ടപ്പെട്ടോ? ഫുഡ് ഇഷ്ടപ്പെട്ടോ? കല്യാണത്തിന് നമ്മളും ഇങ്ങനെ ക്യാമറ വരൂലേ, അതേപോലെ ഇങ്ങനെ കൊണ്ടുപോവാ. കൂടി പോയാൽ 200 പേര്. ആദ്യം വരുന്ന 13 കേസില് 5 ഗ്രിൻചേട്ടന്റെ ഫേക്ക് അക്കൗണ്ട്. അതെ, നിങ്ങൾ ഇന്നത്തെ ദിവസം മറക്കുന്നു. നമ്മളെല്ലാരും അവനെയാണ് ഊക്കേണ്ടത്, നമ്മളെ അല്ല. അവൻ പഠിച്ചു വർഷങ്ങളുടെ എക്സ്പീരിയൻസ്. ഇഷ്ടപ്പെട്ടോ? ഞാനും കഴിക്കട്ടെ. പേരിലും അലോകിന്റെ വ്യക്തിപരമായ പേരിലും രേഖപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. നല്ലൊരു മാസം, ശുഭരാത്രി, സുഖനിദ്ര. ഗ്രിൻസെ ആരവൊക്കെ കഴിഞ്ഞു, പൂരപ്പറമ്പ് ഉത്സവം കഴിഞ്ഞ് കൊടി ഇറങ്ങി. അതാണ് ഞാൻ കഴിഞ്ഞു. ലൈക്ക് ഹൗ വാസ് ദ എക്സ്പീരിയൻസ്? ഗൈസ്, ഞാൻ എന്താ പറയാ, ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. വീടിൻ്റെ അകത്ത് കയറി ഇവനും ഫുഡ് കഴിക്കാൻ പോകാന്നായിരുന്നു ഇത്. ബട്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ആണ്ട്രാ കിടക്കണം. അപ്പൊ ഇതെല്ലാം ഇവരുടെ പ്ലാനിങ് ആയിരുന്നു എന്ന് അന്നേരം എനിക്ക് മനസ്സിലായത്. ഞാൻ ഞെട്ടിപ്പോയി. ഇത്ര ആൾക്കാർ ഒരുമിച്ച് കണ്ടപ്പോയി ഞെട്ടിപ്പോയി. ഞാൻ അങ്ങ് ബ്ലാങ്കായിപ്പോയി. പിന്നെ ഇവര് നല്ല രീതിയിലെല്ലാം കോർഡിനേറ്റ് ചെയ്തു. എന്താ പറയുക, വൺ ഓഫ് ദ ബെസ്റ്റ് മെമ്മറബിൾ ബർത്ത്ഡേ ആയിരുന്നു. 26 ദിവസം 26 പാഠങ്ങൾക്ക് ശേഷം. അതെ, ബർത്ത്ഡേ നല്ല ബർത്ത്ഡേ ആയിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതൊരുക്കി തന്ന എല്ലാവരോടും, ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച, മുന്നിൽ പ്രവർത്തിച്ച എല്ലാവരും, ഇവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും യെസ്, ഒറ്റ വാക്കിൽ. അതെ, ജെഫിയൊക്കെ മറ്റേ ടേബിളിന്റെ മുകളിൽ നിന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അല്ല, എന്താ പറയാ, ഞാൻ പറയുകയാണെങ്കിലോ, അലോക് ഈ വീടിന് കലവറയായിരുന്ന ഈ വീടിനെ മണിയറയാക്കി, ബലൂണൊക്കെ വെച്ച് മണിയറയാക്കി ചെറുക്കൻ. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അടിപൊളി ബർത്ത്ഡേ ആയിരുന്നു. കാനഡയിൽ വന്നിട്ടുള്ള എന്റെ വൺ ഓഫ് ദ ബെസ്റ്റ് മെമ്മറബിൾ ബർത്ത്ഡേ ആയിരുന്നു. അത് കേട്ടാ മതി, മറക്കത്തില്ല. അത് കേട്ടാ മതി. ഹോപ്പ് യു എൻജോയ്ഡ് ഇറ്റ്. ഹോപ്പല്ല, എൻജോയ് ചെയ്തു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ കാണുമ്പോഴായിരിക്കും ഇവൻ ഗ്രിൻസ് ശരിക്കും ഇതിന്റെ ബാക്കിൽ എന്താ നടന്നതെന്ന് അറിയാൻ പോകുന്നത്. അപ്പം എല്ലാരും ഇതേപോലെ നിങ്ങൾക്ക് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ജീവിതം. പിന്നെ അത് മാത്രമല്ല, ഇവിടെ ഉള്ള ഫ്രണ്ട്സ് മാത്രമല്ല, അബ്രോഡുള്ള നമ്മുടെ ഫ്രണ്ട്സും കൂടെ നമ്മുടെ ഇതിന് കൂടെ സഹായിച്ചു എന്ന് ഞാൻ കേട്ടു. അബ്രോഡുള്ള ആ സ്പെഷ്യൽ ഫ്രണ്ടിനോടുള്ള നന്ദിയും ഞാനിവിടെ, ഉറുഗ്വേയിലുള്ള ആ സ്പെഷ്യൽ ഫ്രണ്ടിനോടുള്ള നന്ദിയും ഞാനിവിടെ കൃതജ്ഞത കാണുന്നുണ്ട്. ആ ഫ്രണ്ടിനെ ഞാൻ കാണുന്നുണ്ട്. ആ ഫ്രണ്ടിനോടുള്ള നന്ദി ഞാൻ ഉറുഗ്വേയിൽ നിന്ന് മറ്റേ ചുക്കാൻ പിടിച്ച കമ്മിറ്റിയിലുള്ള വലിയ മെമ്പറിനെ ഞാൻ ഓർക്കുന്നു. അതെ, നന്ദി. പക്ഷെ ഞാൻ എൻജോയ് ചെയ്തു. അപ്പം എന്താ പറയാ, എനിക്ക് സങ്കടമാണ്. ഇവരാരും തന്നെ, നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അവരാരും എന്നെ ഇന്ന് ബർത്ത്ഡേ വിഷ് ചെയ്തില്ലല്ലോ എന്ന് സങ്കടപ്പെട്ടിരിക്കുവായിരുന്നു ഞാൻ. പക്ഷെ സങ്കടങ്ങൾ, നമ്മളിപ്പോ സങ്കടപ്പെട്ടാലും അത് വേറെ വലിയൊരു സന്തോഷത്തിനുള്ള ഒരു പാത തെളിയിക്കൂ എന്നുള്ളൊരു കാര്യം ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 29ാമത്തെ പാട്. ഈ വീഡിയോനകത്ത് വേറൊരു പാഠം കൂടി ഉണ്ട്. അത് എല്ലാം കൂടി കൂട്ടിട്ട് കുറെ പാട് എന്നെ കൊണ്ട് നമ്മുടെ ജീവിതം തന്നെ ഓക്കെ, ഞാൻ നിർത്തി. ഉറക്കം വരുന്നുണ്ട്. നിങ്ങളും ഇതേപോലെ കൂട്ടുകാരെ സന്തോഷിപ്പിക്കുക, അതേപോലെ തന്നെ എന്താ പറയാ, നിങ്ങളുടെ ചുറ്റുള്ള ആൾക്കാരെ സന്തോഷിപ്പിക്കാൻ എന്താ പറയാ, മുന്നിട്ടിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ രസമുള്ള പരിപാടിയാണ്. പിന്നെ ഇതേപോലെയുള്ള ഒരു രാജ്യത്തിൽ നമ്മൾ ഒറ്റയ്ക്കായി നിൽക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ളൊരു ഗ്യാതറിംഗ് എന്നൊക്കെ പറയുമ്പോൾ അത് നമുക്ക് തന്നെ ഒരു സന്തോഷമാണ്. കാരണം നമുക്ക് ഇവിടെ കുടുംബമോ അങ്ങനെ ആരില്ല. നമുക്ക് ആകെ ഇവിടെ നമ്മളെ സ്നേഹിക്കുന്ന കുറച്ച് കൂട്ടുകാരും പിന്നെ നമ്മുടെ കൂടെ അതേ സ്ട്രഗിളിൽ കൂടി കടന്നു വന്ന കുറച്ച് ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് നമ്മളെ മനസ്സിലാക്കും, നമുക്ക് അവരെ മനസ്സിലാക്കും. സോ എല്ലാവരെയും ലൈഫ് ഹാപ്പി ആക്കുക. വൺസ് അഗെയിൻ ഹാപ്പി ബർത്ത്ഡേ മിസ്റ്റർ പ്രിൻസ് വർഗീസ്. താങ്ക് യു. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഇനിയും ഹൈക്കിംഗ് വ്ളോഗ്സും പിന്നെ ഇതേപോലത്തെ ഉടായ്പ വ്ളോഗ്സും പിന്നെ പോഡ്കാസ്റ്റും ഒക്കെ നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും. ഓക്കെ, അപ്പം സൈൻ ഓഫ് പറയൂ. അപ്പൊ ഫോളോ ഫോർ മോർ കോഫി ആൻഡ് കോമ്പോസ്, ബെൽ ബട്ടൺ അടിച്ചു പൊട്ടിക്കൂ. അപ്പൊ നമ്മളെ വീണ്ടും കാണാം അടുത്ത വ്ളോഗായി.